ഹലോ നമസ്കാരം, ഞാൻ ശിവയാണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തരാഖണ്ഡിലെ തെരി കടുവാൾ ഡിസ്ട്രിക്റ്റിലെ നൈബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ശരിക്കും നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു സ്പോട്ടാട്ടോ. ഫോറസ്റ്റിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ നമ്മളെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ശിവക്ഷേത്രം. ഓക്കെ, അപ്പോൾ ഇന്ന് ആകെ ടയേർഡാണ്. ഞാൻ ഇന്നലെ നല്ല രീതിക്ക് ഓടിച്ച് വന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടയേർഡാണ്. പക്ഷെ നല്ല വെയിലുമാണ് കണ്ടോ, നല്ല വെയിലാണ്. മുന്നിൽ ഫ്രണ്ടിൽ ഫുള്ള് നമ്മളെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ ഹോട്ടൽസ്, അങ്ങനത്തെ തുണിത്തരങ്ങൾ, അങ്ങനത്തെ ഉള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. നമ്മളെ തണുപ്പിലിടുന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇവിടെ വെച്ചതാണ്, ഉണക്കാൻ വെച്ചതായിരുന്നു. ഓക്കെ, നമ്മൾ സ്ലീപ്പിംഗ് ബാഗ്, മാറ്റ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും, പിന്നെ ചാർജിങ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് അരി വാങ്ങിച്ചിട്ടുണ്ട്, അഥവാ എങ്ങനെയെങ്കിലും കുടുങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്യാസിൻ്റെ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ചായയും നമ്മളെ ബിസ്ക്കറ്റും കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പുറത്തൊന്ന് പോയി നോക്കണം. പുറത്തൊന്ന് പോയിട്ട് കുറച്ചൊന്ന് വെയിലൊന്ന് മാറിയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു അമ്പലം തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ അപ്പുറത്ത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൻ്റെ അപ്പുറത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ അപ്പുറത്ത് ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ. ഈ ഭാഗം നമുക്ക് ഇതൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മളെ ലെപ്പേർഡും അങ്ങനത്തെ ബ്രൗൺ ബിയർ അങ്ങനത്തെ ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഞാൻ ഇവിടെ നിന്നാണ് ചാർജൊക്കെ ചെയ്തിരുന്നത്. ഇത് കണ്ടോ, ചാർജിങ്ങിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ടൈം വരെ ഇവിടെ നിന്നിട്ടും ഇവിടെ ആൾക്കാർ ചോദിക്കണം പറയണം ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്യൂ വരുന്നില്ല. ഇത് കണ്ടോ, സൈക്കിള്. അപ്പോൾ സൈക്കിളിൻ്റെ ഫുൾ ഏകദേശം ഫ്രണ്ടിലത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഒന്ന് ചൂടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താ പറയുക, മഴയെ കൊണ്ടിട്ട് ആകെ എന്താ പറയുക ബാഗും കാര്യങ്ങളൊക്കെ പുതർന്നിരിക്കുകയാണ്. നമ്മളെ ഉള്ളിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ടൗണ് വരുന്നത്, നൈനാബാഗ് എന്ന് പറഞ്ഞ ടൗണ് വരുന്നത് ഇതാണ്. ഞാൻ ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി ഞാൻ കാണിച്ചു തരാം. അവിടെ ഫുള്ള് ഫോറസ്റ്റ് ആട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ നല്ല മൗണ്ടെയ്ൻസ് ഏരിയയാണ്, ചുറ്റും മൗണ്ടെയ്ൻസ് ഉള്ള ഏരിയയാണ്. ഓക്കെ, ഞാൻ ഏതായാലും കാണിച്ചു തരാം. നമ്മൾ ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഉത്തരാഖണ്ഡിൽ പല ഭാഗത്തും കാണുന്ന ലാൻഡ് സ്ലൈഡിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇന്നലെ ഗംഗോത്രി, യമുനോത്രി, മസൂരി വഴി ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, തുംഗനാഥ്, ചന്ദ്രശില പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ട് റൂട്ട് വരുന്നുണ്ട്. ഒന്ന് ഋഷികേശ് വഴിയും ഒന്ന് മസൂരി വഴിയും. മസൂരി വഴി കുറച്ച് ഡേഞ്ചറാണ്, മറ്റേത് കുറച്ച് വലിയൊരു റോഡാണ്. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ NH എന്നുള്ള ഒരു പേരിൽ മാത്രം വരുന്നൊരു റോഡാണ് കേട്ടോ ഇത്. ശരിക്കും ഇന്നലെ കണ്ട ഒരു കാഴ്ചയാണ്. കാരണം ഫുള്ള് പോയിട്ടുണ്ട്. പിന്നെ അതാണ് ഫുള്ള് ഫോറസ്റ്റാണ് കേട്ടോ. ഈ ഭാഗം മൊത്തം ഫോറസ്റ്റാണ്. ഉത്തരാഖണ്ഡ് മുഴുവൻ ഫോറസ്റ്റാണ്, എന്നാൽ കൂടി ഈ ഭാഗം കുറച്ച് ഡേഞ്ചറാണ്. ആ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിക്ക് ലെപ്പേർഡും കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ലെപ്പേർഡ്, ബ്രൗൺ ബിയർ, പിന്നെ ബ്ലാക്ക് ബിയർ ഒക്കെ വിലസുന്നൊരു സ്ഥലമാണ്. ആ വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ആ കാറ് പോകുന്ന വഴിക്കാണ് കറങ്ങി നമുക്ക് പോകേണ്ടത്. എന്തു ഭംഗിയാലേ നമ്മൾ ഉത്തരാഖണ്ഡ് ശരിക്കും ദേവഭൂമി തന്നെയാണ്. കണ്ടോ, വണ്ടികൾ പോകുന്നത്, ഒറ്റ വണ്ടിക്കേ നമുക്ക് ഈ വഴി പോകാൻ പറ്റുള്ളൂ. ഇവിടെ ബസ്സൊക്കെ ഓടിക്കുന്നവരെ സമ്മതിക്കണം, അത്രയ്ക്കും റിസ്ക് പിടിച്ച റൂട്ടാണ്. ഈ കലങ്ങി മറിഞ്ഞ് വരുന്ന നദിയാണ് യമുനോത്രിയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അങ്ങനെ ഈ വഴി നേരെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബർക്കോട്ട് 51 കിലോമീറ്റർ, പരോല 63, ഗംഗോത്രി 110 കിലോമീറ്റർ. ഈ വഴി നേരെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നേരെ യമുനോത്രി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബർക്കോട്ട്, പരോല, യമുനോത്രി. ഓക്കെ, പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ഗംഗോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, തുംഗനാഥ് എല്ലാ സ്ഥലത്തേക്കും പോകേണ്ടത്. നമ്മൾ കേദാർകന്ത ട്രക്കിങ് വരെ അങ്ങോട്ടാണ് പോകേണ്ടത്. പിന്നെ നമ്മൾ തേറി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നേരെ നേപ്പാളിലേക്ക് തിരിയും. അപ്പോൾ അവിടുത്തെ ഒരു ഗ്രാമജീവിതവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഹോട്ടലിൽ കയറിയതാണ്. നമ്മളെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഞാൻ ഒരു രാജമ്മ ചാവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രൈസ് വരുന്നത് 50 രൂപയാണ്, ഫുള്ളിന് 50 രൂപ. പിന്നെ എക്സ്ട്രാ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമൊന്നുമില്ല, അതിന് എക്സ്ട്രാ പൈസ തന്നെ കൊടുക്കണം. അങ്ങനെ ഊണ് കഴിച്ച് കഴിഞ്ഞ് ഈ സിറ്റി ഒന്ന്
ചുറ്റിക്കറങ്ങി നടക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കണ്ടൊരു കാഴ്ച ഇതാണ് ഈ ടൗണിലുള്ള മാർക്കറ്റ് കേട്ടോ. ഫ്രൂട്ട്സ് മാർക്കറ്റും നമ്മളെ വെജിറ്റബിൾ മാർക്കറ്റും ഒക്കെ പ്യുവറാട്ടോ. ഈ നാട്ടിലെ ഒരു മെയിൻ വരുമാന മാർഗ്ഗമാണ് നമ്മളെ കൃഷിയിൽ വളം അങ്ങനത്തെ രാസവളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ അത്രയ്ക്കും പ്യുവറാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ ദാൽ ചാവലൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഈ കിടക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥലം കാണിച്ചു തരാം. നമ്മൾ കിടക്കുന്ന ഇതാണ് നമ്മളെ ജീവിതം, ട്രാവലിംഗ് ജീവിതം. ഓക്കെ, കഴിഞ്ഞ പോക്കിനും ഈ പോക്കിനും ഒക്കെ നമുക്ക് നമ്മൾ ബഡ്ജറ്റ് ട്രിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ കവർ ചെയ്യുക, നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യുക. അത്ര തന്നെ ഉള്ളൂ. നമ്മളെ ഡ്രീം അച്ചീവ് ചെയ്യുക. പൈസ കുറച്ചിട്ടായാലും നമ്മൾ ഡ്രീം എന്തായാലും അച്ചീവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ യാത്രകൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, ബഡ്ജറ്റ് ട്രാവലിംഗ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നടത്തി എടുക്കുക. ഓക്കെ, നമ്മളൊരു ദിവസം നമ്മൾ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ആയതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.